നമസ്കാരം. സ്റ്റാർ സ്പെഷ്യലിറ്റി ഹോട്ടലിൽ എക്സിക്യൂട്ടീവ് സൂട്ട് റൂമിൽ കഴിഞ്ഞിരുന്ന ഒരു സെലിബ്രിറ്റി പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് ഭയന്ന് മരണപെപ്രാളമെടുത്ത് ഓടിയ വാർത്തകൾ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ടതാണ്. പറഞ്ഞു വരുന്നത് പ്രശസ്ത നടൻ ഷൈൻ ടോം ചാക്കോയുടെ കാര്യമാണ്. ഇദ്ദേഹം എന്തിനു ഓടി എന്നത് പിന്നീട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ വ്യക്തി തമിഴ്നാട്ടിലേക്ക് പോയെന്നും തമിഴ്നാട്ടിൽ നിന്നും പിന്നീട് പിടിക്കപ്പെട്ട് കേരളത്തിൽ കൊണ്ടുവന്ന് അന്വേഷണം നടത്തി. പിടിക്കപ്പെട്ടത് 48 മണിക്കൂർ പൂർത്തിയായി കഴിഞ്ഞാണെന്ന് ഓർക്കണം. തുടർന്നുള്ള അന്വേഷണത്തിൽ ഇദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ കാരണം ഇദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് ജാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് ഇദ്ദേഹത്തിനൊത്ത് അഭിനയിച്ച ഒരു നടി ഇദ്ദേഹത്തിൻ്റെ പേര് പറയാതെ തന്നെ ഇത്തരം ഉപയോഗങ്ങൾ ധാരാളം നടക്കുന്നുണ്ടെന്നും ഈ വ്യക്തി ഇതിനടിമയാണെന്നും ഒക്കെ വിവരങ്ങൾ പുറത്തുവിടുന്നത്. ആ വിട്ട സമയത്തും അവർ പേര് അറിയിച്ചിട്ടില്ല. പക്ഷേ പിന്നീട് പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് ഈ ഇദ്ദേഹം ഓടിയത് കൊണ്ടും ഇദ്ദേഹത്തെ പിടിക്കപ്പെട്ടത് കൊണ്ടും ആ വ്യക്തി ആരാണ് എന്ന് പേര് പറയാതെ തന്നെ നമ്മളേവരും അറിയേണ്ട സാഹചര്യം വന്നു. ആ കൂടെ പേരും പുറമേ എത്തി വെളി വന്നു എന്നതാണ് സത്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയ്ക്കും സമ്പത്ത് ഉള്ള വ്യക്തി അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ഒരു മൂന്നാംകിട ഗുണ്ട പോലീസ് പരിശോധനയ്ക്ക് വരുന്നത് കണ്ടുകൊണ്ട് ഭയന്ന് ഓടുന്ന പോലെ ഓടുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു വിചിത്രം തോന്നുന്നു, അല്ലേ? ഒരു പിടിച്ചുപറിക്കാരനോ പോക്കറ്റടിക്കാരനോ അവരാരും ഇത്രയ്ക്കും റിസ്ക് എടുത്ത് സ്വന്തം ജീവനെ പോലും വകവെക്കാതെ ഇവരാരും ഓടുകയല്ല. ഓടാറുണ്ട്. പക്ഷേ ഇത്രയ്ക്കും റിസ്ക് എടുത്ത് ഇത്രയും ആക്റ്റീവായിട്ടൊക്കെ ഓടണമെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഏതൊരു മനുഷ്യനെ കൊണ്ടും പറ്റുകയല്ല. ഒന്ന് ആലോചിച്ച് നോക്കി. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഇദ്ദേഹം ആ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയപ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധ തെറ്റിയിരുന്നെങ്കിൽ കാലിൻ്റെ പരിപാടി തീരുകയല്ലേ, അവിടെ കൊണ്ടങ്ങ് തീരുകയല്ലേ എല്ലാം. പക്ഷെ അതൊന്നും ഓർക്കാതെ അതൊക്കെ ചെയ്യാനുള്ള എനർജി എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകത്ത് മറ്റവനുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ എനർജി കിട്ടും. ആർക്കാണേലും കിട്ടുക തന്നെ ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഓടിയത്. ഇദ്ദേഹം ഓടിയതിൻ്റെ പിന്നിൽ കാരണം മറ്റൊന്നുമല്ല. ഇദ്ദേഹം കേരളത്തിൽ നിന്ന് വിട്ടുപോകാനോ എന്നേക്കായിട്ട് പോലീസിന് പിടികൊടുക്കാതെ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പിടികൊടുക്കാതെ ഓടിയതല്ല. 2 ദിവസം എവിടെയെങ്കിലും പോയി പാത്തിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പോലും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. പരിശോധിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ പേരിൽ കാര്യമായ കേസ് കൊടുക്കാൻ പറ്റുകയില്ല. അതാണ് അതിൻ്റെ പിന്നിലെ കാരണം. അല്ലാതെ അദ്ദേഹം മറ്റൊന്നും കൊണ്ടല്ല. പക്ഷെ അദ്ദേഹം അത് സേവിച്ചിരുന്നു എന്നത് സത്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഓട്ടവും അദ്ദേഹത്തിൻ്റെ രക്ഷപ്പെടലും ഒക്കെ കാണുമ്പോൾ CCTV വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ ഇത്രയൊക്കെ സംഭവങ്ങളുണ്ടായിട്ടും നമ്മുടെ അമ്മ ഫിലിം ഇൻഡസ്ട്രി സംഘടന ഇതിനെപ്പറ്റി കാര്യമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ മറ്റോ ആണെന്ന് തോന്നുന്നു നമ്മുടെ അതിൻ്റെ ഒരു വക്താവ് ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയത്. അത് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് രേഖപ്പെടുത്തിയത്. കാരണം പലരും ഈ സംഭവം ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ദുരിതത്തിലേക്ക് നീങ്ങുന്നു. മാധ്യമങ്ങൾ ഒന്നടക്കം, ഒരു സംസ്ഥാനത്തെ മാധ്യമങ്ങൾ ഒന്നടക്കം ഇത് ചർച്ച ചെയ്യുന്നു എന്നിരിക്കെ നമുക്ക് എന്തെങ്കിലും പറയാതിരിക്കാൻ പറ്റുകയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയെന്നല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. ഈ പിടിക്കപ്പെട്ട ഈ നടൻ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല ധാരാളം പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ മുൻനിരയിൽ നിൽക്കുന്ന നായകന്മാരാവട്ടെ അല്ലെങ്കിൽ സംവിധായകരാകട്ടെ ഇതിനെ ശക്തമായി എതിർക്കാൻ അവർ ബാധ്യസ്ഥരാണ്. കാരണം അവർ ശക്തമായ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഈ മൂവിയുടെ വർക്ക് കഴിയുന്നവരെ അത്തരം സ്വഭാവങ്ങളുള്ള വ്യക്തികൾ സ്വമേധെ യുവത്തിൽ നിന്നും പിന്മാറുക. അതല്ലെന്നുണ്ടെങ്കിൽ ഈ വർക്ക് കഴിയുന്നവരെ ഒരു കാരണവശാലും നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഇടയ്ക്കെങ്ങാനും നിങ്ങൾ ഞങ്ങളുടെ വാക്ക് തെറ്റിച്ച് നിങ്ങൾ ഉപയോഗിച്ചെന്നെങ്ങാനും ഞങ്ങൾക്ക് അറിയുകയോ മനസ്സിലാകുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ നിങ്ങളെക്കൊണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലീസിൽ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ദയവായി അത്തരം സന്ദർഭങ്ങൾക്ക് വഴിയൊരുക്കരുത്.
എന്ന് കർക്കശമായിട്ട് മുൻനിരയിൽ നിൽക്കുന്ന നായകന്മാർ അല്ലെങ്കിൽ സംവിധായകർ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആരും ചെയ്യുകയില്ല. കാരണം എന്താ വെച്ചാൽ ഒരു വർക്ക് എന്ന് പറയുമ്പം ഒരു മൂവിയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ 3-4 മാസമൊക്കെയാണ്. ആ മാസത്തിനിടയ്ക്ക് നല്ലൊരു എമൗണ്ടാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. എല്ലാത്തിനും കാശ് വേണമല്ലോ, പണമില്ലാതെ ഒരു പരിപാടിയും നടക്കുകയില്ല. അപ്പം ആ കിട്ടുന്ന സമ്പത്ത് ലക്ഷങ്ങളാണ് ഇങ്ങോട്ട് കിട്ടുന്നത് ഒരു വർക്കിന്. അപ്പം അത് എന്ത് ലൈറ്റ് ബോയ് ആകട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരാകട്ടെ അവരവരുടെ വർക്ക് അനുസരിച്ച് നല്ലൊരു എമൗണ്ടാണ് കിട്ടുന്നത്, അല്ലാതെ 1000-2000 അല്ല. അപ്പോൾ പിന്നെ അത് ഒരിക്കലും അതിന് ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ഭവിഷ്യത്ത് വരുന്ന ഒരു പ്രവൃത്തിയും ഒരു കലാകാരന്മാരും ചെയ്യുകയല്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇവർ ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണം അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്നവർ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സാങ്കല്പികം ശരിയാണെങ്കിൽ അവർ ചിന്തിക്കുന്ന ഭാഗം എല്ലാവർക്കും എല്ലാം അറിയാം, എല്ലാത്തിനും ഇത് നല്ലതാണ്, ഇത് മോശമാണ്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യാം എന്ന ഉത്തമ ബോധ്യവും തിരിച്ചറിവുമുണ്ട്. അങ്ങനെ ഉത്തമ ബോധ്യവും തിരിച്ചറിവുള്ള വ്യക്തികളോട് നമ്മൾ എന്തിന് ബോധവൽക്കരണത്തിന് മെനക്കെടണം? നമുക്കെന്ത് വേറെ പണിയില്ലേ? നമുക്ക് ഈ വർക്ക് കഴിഞ്ഞ് അടുത്ത വർക്കിന് പോയി നമ്മൾ ജോയിൻ ചെയ്യണം. ഇതിനെയൊക്കെ ബോധവൽക്കരിക്കലാണോ നമ്മുടെ ജോലി എന്ന ഒരു മനോഭാവമാണ് ഇതിൻ്റെ പിന്നിലാണെങ്കിൽ, മുൻനിര നായകന്മാർക്ക് അത്തരം മനോഭാവമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ അവർ പരാജിതരാണ്. അല്ലെങ്കിൽ ഒരു കാര്യം അവർ മറന്നുപോയി. അവർ എന്ത് മേഖലയിലും വർക്ക് ചെയ്യട്ടെ, കമ്പനിയിലാണെങ്കിലും ശരി, അതല്ല ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും ശരി, എന്ത് മേഖലയിലും വർക്ക് ചെയ്യട്ടെ. പക്ഷേ ഇതിലൊക്കെ ഉപരി അവർ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. പൗരബോധം എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. എന്നും പറഞ്ഞ് ഈ നാട്ടിൽ കിടക്കുന്ന തെറ്റുകൾ ചെയ്യുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം പുറകെ നടന്ന് ശിക്ഷിക്കാനോ നേർവഴിക്ക് കൊണ്ടുവരാനോ അവരെ കൊണ്ട് സാധിക്കുകയില്ല. എന്നാൽ അവരുടെ മൂക്കിൻ്റെ കീഴിൽ അവർ വർക്ക് ചെയ്യുന്ന ആ ഫീൽഡിൽ, അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ അധികാരം വിനിയോഗിച്ച്, അവർക്കൊരു പവറുണ്ടല്ലോ, ആ അധികാരം വിനിയോഗിച്ച് തീർച്ചയായിട്ടും അവർക്ക് താക്കീത് കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അങ്ങനെ താക്കീത് കൊടുത്താലും ഈ സംഭവം എന്നേക്കായിട്ട് ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല. എന്നാൽ ഇത്തരം കീഴ്വഴക്കങ്ങളൊന്നും ഈ മുൻനിരയിൽ നിൽക്കുന്ന നായകന്മാർ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ പിടിക്കപ്പെട്ട നടൻ പറയുകയല്ലോ, ഞാൻ മാത്രമല്ല ധാരാളം പേര് ഇത് ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അത് തുറന്ന് സമ്മതിക്കുകയല്ലോ, അല്ലേ? പിന്നെ AMMA എന്നും പറഞ്ഞ് ഒരു സംഘടനയുണ്ട്, അമ്മ സംഘടന. ആ സംഘടനയ്ക്ക് എടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു കലാകാരൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവനെ 24 മണിക്കൂർ വേണ്ട, അതിനിപ്പുറം അവൻ്റെ നേരെ ശക്തമായ നടപടി എടുക്കുക തന്നെ ചെയ്യും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങളെല്ലാം കൂടി കമ്മിറ്റി കൂടി എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിനെതിരെ ആര് നിന്നാലും ഞങ്ങൾ ഒരിക്കലും വെച്ചേക്കില്ല, അവനെ ചെവിക്ക് പിടിച്ച് വെളിയിലാക്കുമെന്ന്. ആ ഒരു അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള നമ്മുടെ തിലകൻ ചേട്ടൻ്റെയും നമ്മുടെ മാളച്ചേട്ടൻ്റെയൊക്കെ നേരെ ഇവർ നടത്തിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ചെയ്ത് തെറ്റെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘടന ഒരു തീരുമാനമെടുത്ത് പുറത്താക്കിയ ഒരു സംവിധായകൻ്റെ സിനിമയിൽ ഇവർ പോയി സഹകരിച്ചു എന്നതാണ് ഇവർ ചെയ്ത തെറ്റ്. ആ തെറ്റിനെ അവർക്കൊരു താക്കീത് കൊടുത്ത് ഒരു പണിഷ്മെൻറ്റ് കൊടുത്തൊക്കെ വിടാമായിരുന്നു. കാരണം 10 രൂപ കിട്ടാൻ വേണ്ടിയല്ലേ, ജോലി ചെയ്തതല്ലേ, അല്ലാതെ മറ്റൊന്നും അല്ലല്ലോ. പക്ഷേ അതൊന്നിനും മുതിരാതെ ഇവർ സംഘടനയ്ക്കെതിരെ, സംഘടന എടുക്കുന്ന തീരുമാനങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അടിവരയിട്ട് അനുസരിച്ചോണം, അതിനെതിരെ ആര് പ്രവർത്തിച്ചാലും ഞങ്ങൾ ഒട്ടും തന്നെ കമ്മിറ്റി പോലും ആലോചിക്കാതെ ഞങ്ങൾ നടപടിയെടുക്കും, അതെടുത്ത് അവനെ ചെവിക്ക് പിടിച്ച് പൂച്ചക്കുഞ്ഞുങ്ങളെ എടുത്ത് ദൂരെ കളയുകയല്ലേ എന്ന് പറയുന്ന പോലെ എടുത്ത് കളയും എന്നൊരു മനോഭാവത്തിലാണ് ആ 2 മഹാനടന്മാർക്ക് നേരെ ഇവർ നടപടികളുണ്ടാക്കിയത്. എന്നാൽ അതിനേക്കാളും പൗഷത്താണ് ഈ സംഭവം. ഇപ്പോൾ പിടിക്കപ്പെട്ട നടൻ്റെ കേസ്. അദ്ദേഹം അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഇൻഡസ്ട്രിയിൽ ധാരാളം പേരുണ്ടെന്നും കൂടി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതിന് സംഘടനയ്ക്ക് മറുപടി പറയാനോ നടപടി എടുക്കാനോ സംഘടനയ്ക്ക് നേരമില്ലേ? അതോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അവനവൻ വേണേ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവനവൻ വേണേ അവത്തിൽ നിന്നും പിന്തിരിയട്ടെ, ഞങ്ങൾക്കൊന്നും അതിനൊന്നും നേരമൊന്നുമില്ല എന്നൊരു മനോഭാവമാണോ? അത്രയും മനോഭാവമാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് പൗരബോധം ഇല്ലെന്ന് തന്നെ വേണമെന്ന് മനസ്സിലാക്കാൻ. കാരണം ഈ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മൂക്കിന് കീഴിൽ നടന്ന ഒരു തെറ്റായ കാര്യങ്ങൾ കണ്ടിട്ടും അല്ലെങ്കിൽ അറിഞ്ഞിട്ടും നമ്മൾ മിണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ ഒരു നടപടിയാണോ? എന്നാൽ ഇനി ഷൈൻ ടോം ചാക്കോയുടെ കേസിലേക്ക് വന്നാലോ, അദ്ദേഹത്തിൻ്റെ ഇനി റിസൾട്ട് റിപ്പോർട്ടുകൾ ഇനിയും കിട്ടാനുണ്ട്, വൈകാതെ തന്നെ കിട്ടും. കിട്ടിയാൽ തന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, അവരുടെ അച്ഛൻ പറയുന്നത് കേട്ടില്ല, ഞങ്ങൾ 10 വർഷമായിട്ട് എപ്പോഴാണ് കേസ് വരുന്നത് ഞങ്ങൾക്കറിയാം, 10 വർഷമായിട്ട് ഞങ്ങൾ കേസും വയ്യാവലിയായിട്ട് നടക്കുന്നവരാണ്, ഞങ്ങൾക്കറിയാം എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസ് പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യപ്പെടും. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേസുകളൊക്കെ ഈ പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ TV മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ വഴിയാണ് പൊതുജനങ്ങളിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മീഡിയ അല്ലെങ്കിൽ ഈ
മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞ് ഇതിനേക്കാളും വലിയൊരു കേസ് അല്ലെങ്കിൽ ഇതിനേക്കാളും ഏറ്റവും ഫ്രഷ് കേസ്, അവർക്ക് ഫ്രഷ് കേസാണ് വേണ്ടത്. ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വാർത്ത വന്നു കഴിയുമ്പോൾ അതിൻ്റെ പുറകെ പോകും എല്ലാവരും. അതിൻ്റെ പുറകെ പോകുമ്പോൾ പിന്നീട് ഇതിനെപ്പറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാമ്പുറത്തെ പറ്റിയോ അന്വേഷിക്കാൻ ആരും മെനക്കെടുകയല്ല, തയ്യാറാകുകയല്ല. അങ്ങനെ വരുമ്പോൾ ഈ കേസും തേഞ്ഞു മാഞ്ഞു പോവുക തന്നെ ചെയ്യും. കാരണം ഇതിനു മുമ്പ് എത്രയോ വലിയ വലിയ കേസുകൾ, ഇതിനേക്കാൾ കൂടുതൽ ശക്തമായ വന്ന കേസുകൾ തന്നെ, കൊടിലക്കം സൃഷ്ടിച്ച കേസുകൾ തന്നെ ഇപ്പോൾ അതിൻ്റെ പിന്നാമ്പുറം എന്നാന്ന് പോലും ആർക്കും അറിയത്തില്ല. ആ വ്യക്തികൾക്കും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ അറിയത്തുള്ളൂ. പൊതുജനങ്ങൾക്ക്, ഈ നാട്ടിൽ കിടക്കുന്നവർക്ക്, ഈ രാജ്യത്ത് കിടക്കുന്നവർക്ക് ആർക്കും തന്നെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കേസ് ഒരു കേസേ അല്ല. ഇതൊക്കെ ഈ കാലക്രമേണ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് അവിടെ കൊണ്ടങ്ങ് തീരും, അല്ലെങ്കിൽ അവർ അറ്റൻഡ് ചെയ്ത് തീർക്കും. ഷൈൻ ടോം ചാക്കോ അത് അറ്റൻഡ് ചെയ്ത് തീർക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇതുകൊണ്ട് വേറൊരു ഭവിഷ്യത്തുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേസ് അല്ലെങ്കിൽ ഈ നടനെതിരെ പരാതി ഉന്നയിച്ച ആ നടിക്ക് പിന്നീട് അവസരങ്ങൾ കുറയും, അവരുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുക തന്നെ ചെയ്യും. കാരണം എന്നാന്ന് വെച്ചാൽ അങ്ങനെയാണ്. അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന, പരാതികൾ ഉന്നയിക്കുന്ന നടിയായാലും കൊള്ളാം, നടനായാലും കൊള്ളാം, അവർ നമ്പർ 1 സ്ഥാനത്ത് നിന്നാൽ മാത്രമേ ഉള്ളൂ അവർക്ക് രക്ഷയുള്ളൂ. അല്ലാതെ അവരൊക്കെ ചില നമ്പർ 7ഓ 8ഓ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആക്ടറാണ്. അവർക്കൊന്നും ഈ പറയുന്ന മുൻതൂക്കമൊന്നും ഉണ്ടാവില്ല. അവരെ എന്നേക്കായിട്ട് ഇല്ലായ്മ ചെയ്യും. ഇല്ലായ്മയൊന്നും ആരും വിളിക്കുകയില്ല, മെനക്കെടുകയില്ല, ആരും വിളിക്കുകയില്ല, ഒറ്റ മനുഷ്യൻ വിളിക്കുകയില്ല. അഥവാ വിളിച്ചാലും പറയും 1000 രൂപ കൊടുക്കേണ്ടടുത്ത്, ശമ്പളം കൊടുക്കേണ്ടടുത്ത് ഞാൻ 10 രൂപ ശമ്പളം തരാമെന്ന് പറയും. ഒരു പോന്ന് ചോദിക്കും. 10 രൂപയ്ക്ക് പോയി ചെയ്യാൻ പറ്റുമോ? 1000 രൂപ ശമ്പളമുള്ള ഒരു കൂലിപ്പണിക്കാരനെ നമ്മൾ 100 രൂപ ശമ്പളത്തിനോ 150 ശമ്പളത്തിനോ വിളിച്ചാൽ പറ്റുമോ? വരികയില്ല. ആ കാശ് എനിക്ക് വേണ്ട, എനിക്ക് പണിയും വേണ്ട എന്നും പറഞ്ഞ് അവനങ്ങ് മാറും എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ് ആ നടിക്കിനി ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു കുഴപ്പവും വരികയില്ല. അയാൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ തന്നെ ഓൾറെഡി അദ്ദേഹം മറ്റുള്ള ഭാഷാ സിനിമകളിലും അഭിനയിക്കാൻ തുടങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒന്നിനൊന്നിന് കയറി പോവുകയേ ഉള്ളൂ. ഇതൊന്നും ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇവർ ഈ പറയുന്ന നടപടികളോ കാര്യങ്ങളോ ഈ സംഘടന, ഇവരുടെ സംഘടന കാര്യമായ നടപടികൾക്കൊന്നും മുതിരുകയില്ല. കാരണം അങ്ങനെയാണ് അതിൻ്റെ കിടപ്പ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ പരിശോധനയുടെ ഫലം ഒന്നോ രണ്ടോ ഏതാണ്ട് കിട്ടാനുണ്ട്. കിട്ടിക്കഴിഞ്ഞ് നിയമ നടപടികൾ എന്താണ് എന്ന് നമുക്ക് പൂർണ്ണരൂപം നമുക്കറിയാൻ സാധിക്കും. അറിഞ്ഞാലേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. എൻ്റെ ഈ ചാനൽ പരിപാടി കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിർബന്ധമായും ലൈക്ക് ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു അപേക്ഷ. വരും ദിനങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള ഈ വാർത്തയുടെ പിന്നാമ്പുറത്തെ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.